ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ പെരിന്തൽമണ്ണ പോയി വരികയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ യാത്രാവിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാനും ആദി ചേച്ചിയുടെ മോനാണ്. ഞങ്ങൾ രണ്ടും കൂടി തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ചീങ്ങാപ്പുഴ ഭാഗത്താണ്. ഗൈസ്, മഴ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. ഇനി വയനാട്ടിലോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, നല്ല കാലാവസ്ഥയാണോ എന്നറിയില്ല. കുറച്ച് മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ മഴ അത്യാവശ്യം കാണുന്നുണ്ട്. ഏകദേശം ചീങ്ങാപ്പുഴ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുരത്തിലേക്ക് കുറച്ചേ ഉള്ളൂ. ആദ്യമുണ്ട് ഇവൻ പാലക്കാട് മുതൽ ഇവിടെ വരെ ഫോൺ ഇവിടുത്തെ തന്നെയായിരുന്നു, വീഡിയോ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു എത്ര മണിക്കൂർ പിടിച്ചിട്ടുണ്ടോ, എൻ്റെ സ്റ്റോറേജ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് മിക്കവാറും. പിന്നെ വയനാട്ടിലേക്ക് പോകുന്ന റോഡൊക്കെ അടിപൊളിയാണ്, വലിയ കുഴപ്പമില്ല, നല്ല റോഡാണ്. കട്ടറും കാര്യങ്ങളൊന്നുമില്ല. അതിൽ മിന്നൊക്കെ പണ്ടൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ കട്ടറൊക്കെ റോട്ടിൽ കാണാമായിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. മുകളിലോട്ട് നോക്കുമ്പോൾ ചുരം കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ വയനാട്ടുകാരാണെങ്കിലും ഇവിടെ നിന്നൊരു പ്രത്യേക ഭംഗിയാണ് വയനാട് നേരെ കാണുമ്പോൾ. ആ മലനിരകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ മഴേൻ്റെ മഴക്കാറും എല്ലാം കൂടെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. ഇപ്പോൾ ഏകദേശം ഒരു 5:30 മണിയായി വൈകുന്നേരം. വണ്ടി തീരെ കുറവാണ്. സാധാരണ ഈ നേരത്തൊക്കെ നല്ല തിരക്കുണ്ടാവുന്നതാണ്. ബ്ലോക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്ന ഈ റോട്ടിൽ. പക്ഷെ ഇന്ന് വണ്ടി നല്ല കുറവുണ്ട്. വയനാട്ടിലേക്ക് കയറുമ്പോൾ ചുരത്തിൽ ബ്ലോക്കില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. സാധാരണ ഇടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവുന്നതാണ്. വലിയ ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം കിടക്കേണ്ടി വരും. പിന്നെ നമ്മൾ സ്കൂട്ടർ ആയതുകൊണ്ട് സൈഡിൽ കൂടെ എടുത്ത് പോയിരിക്കും. ഇവിടെയൊക്കെ ഇപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. റോഡിലൊക്കെ നല്ല വെള്ളം കാണുന്നുണ്ട്. മിക്കവാറും വയനാട്ടിൽ നല്ല മഴ തന്നെയായിരിക്കും. ചുരം കയറുമ്പോൾ അധികം മഴ കിട്ടാതിരിക്കുന്നത് നല്ലത്. സീനാണ്. ഗൈസ്, അതിന് പിന്നെ വേറെ പണിയും കിട്ടി. കാരണം ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് പോയി അവിടെ എത്തിയതിന് ശേഷം വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി. ചെറിയ കംപ്ലൈൻ്റ് അല്ല, എഞ്ചിൻ കംപ്ലൈൻറ്റ് തന്നെ. വണ്ടിക്ക് വലിയ സൗണ്ടാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ നോക്കുന്നുണ്ട്. വണ്ടി നല്ല ശബ്ദമാണ് വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വേണം, ഇപ്പോൾ ഹോണ്ടയിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ കൊടുത്ത് നന്നാക്കണം. വേറെ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വണ്ടി ആവശ്യമാണ്. അത് എഞ്ചിൻ കംപ്ലൈൻറ്റ് സാധാരണ ഡിയോയ്ക്ക് വരാത്തതാണ്. എന്ത് പറ്റിയെന്നൊരു പിടുത്തമില്ല. ഓയിൽ മറ്റേതിൻ്റെ എന്തെങ്കിലും സീനാണോ എന്താണെന്നറിയില്ല. എന്തായാലും സർവീസ് സെൻ്ററിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഞങ്ങൾ വർക്ക്ഷോപ്പിലും ജസ്റ്റ് കാണിച്ചായിരുന്നു. അപ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞത് വണ്ടി ഇങ്ങനത്തെ വലിയ ചുരമൊക്കെ കയറുമ്പോൾ കയറാൻ സാധ്യത കുറവാണ് എന്നാണ്. അതൊരു ടാസ്ക്കാണ് ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല. ചുരം കയറിയാൽ മതിയായിരുന്നു. ഞാനും ഇവനുണ്ട്. അല്ലെങ്കിൽ പാക കുടുങ്ങുമെന്നാണ് തോന്നുന്നത് മൊത്തത്തിൽ.